നമ്മൾ രണ്ടാം വാർഡിലേക്ക് ഇനി വരികയാണെങ്കിൽ രണ്ടാം വാർഡിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള PV മുഹമ്മദ് ഖയാണ്. മുഹമ്മദ് ഖ ആ വാർഡ് യു ഡി എഫിന് പിടിച്ചെടുത്ത അല്ലെങ്കിൽ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ കയ്യിൽ നിന്ന് ആ വാർഡിനെ പിടിച്ചെടുത്ത ഒരാളാണ്. പിടിച്ചെടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആദ്യമായിട്ട് UDFൻ്റെ ജനപ്രതിനിധിയായ ഒരാളാണ് മുഹമ്മദ് ഖ. ആ മുഹമ്മദ് ഖ തന്നെയാണ് ഇത്തവണ അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത്. മുഹമ്മദ് ഖ ജയിച്ചതിന് ശേഷം പിന്നീട് വന്ന സുമിത UDFൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. സുമിത അവിടെ ജയിച്ചു. പിന്നീട് വരുന്ന മത്സരമാണ്. ആ മുഹമ്മദ് ഖയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. ആ മുഹമ്മദ് ഖ UDFൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്ന് നേരത്തെ തന്നെ അറിയുന്നത് കൊണ്ട് തന്നെ ആവണം LDF ആ വാർഡ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആറ്റുണ്ണി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മെമ്പറായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വാർഡാണ്. ആ വാർഡ് LDFന് തിരിച്ചു പിടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാവണം CPIയുടെ വാർഡായിരുന്നു. ചില CPIയുടെ കയ്യിലായിരുന്നു ആ രണ്ടാം വാർഡ് ഉണ്ടായിരുന്നത്. ആ CPIയിൽ നിന്ന് വാങ്ങിച്ച് CPM ആ വാർഡ് എടുക്കുകയും അവിടെ DYFIയുടെ മേഖല പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ച് ഇപ്പോൾ നിലവിൽ CPMൻ്റെ ലോക്കൽ സെൻട്രൽ അംഗം കൂടിയായിട്ടുള്ള നൗഫൽ പൂക്കേതയാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി. ആ LDFൻ്റെ സ്ഥാനാർത്ഥി നൗഫൽ പൂക്കേത ആവുന്നതോടുകൂടെ ആ രണ്ടാം വാർഡിലെ മത്സരം വളരെ ശക്തമായ രീതിയിൽ ഒരു കാഠിന്യമുള്ള മത്സരമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ ആ മത്സരം പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ തന്നെ മുഹമ്മദ് ഖയെ സംബന്ധിച്ചിടത്തോളം ആളൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും ആ പ്രദേശത്ത് ഒരു മുതിർന്ന ഒരു കാർന്നവർ എന്നുള്ള നിലയിലും അവിടെ വളരെ സുപരിചിതനാണ്, സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് നൗഫലും അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു യുവ നേതാവ് എന്നുള്ള നിലയിലും നൗഫലും അവിടെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള രണ്ട് പേർ നേരിട്ടുള്ള ഒരു മത്സരം. അതോടൊപ്പം തന്നെ അവിടെ SDP സ്ഥാനാർത്ഥി കൂടിയുണ്ട്. ആ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടുകൾ അതുകൂടി ആ ഒരു അവിടുത്തെ മത്സരത്തെ അല്ലെങ്കിൽ LDF UDF മുന്നണികളുടെ മത്സര വിജയത്തെ സ്വാധീനിക്കാനുള്ള വഴിയുണ്ട്. കാരണം അഫ്സലും ആ പ്രദേശത്തുള്ള ആളാണ്. ഈ 3 പേരും ആ പ്രദേശത്തുകാർ തന്നെയാണ് ആ വാർഡിനകത്ത് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ ആ ഒരു മത്സരം, പിന്നെ ആ വാർഡിൻ്റെ ഒരു വിഭജന കാര്യം നമ്മൾ പറയുമ്പോൾ താവളക്കുളം വാർഡ് എന്നാണ് ആ രണ്ടാം വാർഡിനെ പറയുക. സത്യത്തിൽ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ് താവളക്കുളം. ആ താവളക്കുളം ഈ വാർഡിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആ താവളക്കുളത്തിനടുത്ത് വെച്ച് ആ വാർഡിൻ്റെ അതിർത്തി അവസാനിക്കുകയും പിന്നീട് 3-ാം വാർഡിലേക്കാണ് താവളക്കുളം ചേരുന്നത്. അവിടെ ചെറിയൊരു ചരിത്രശേഷിപ്പായിട്ട് നിൽക്കുന്ന ആ കുളം നിൽക്കുന്നത് ഇപ്പോൾ നിലവിലെ 3-ാം വാർഡിലാണ്. 2-ാം വാർഡിലേക്ക് അത് വരുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. അത് ആ വാർഡ് വിഭജനത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാതെയൊക്കെ മുറിച്ചത് കൊണ്ടാവണം അതിൽ LDFും UDFും അതിനെതിരെ അവർ അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അത് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ആ 2-ാം വാർഡിൻ്റെ മത്സരം ആ ഒരു രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു പ്രവചിക്കാനാവാത്ത വിധം, പ്രത്യേകിച്ച് 2-ാം വാർഡ് LDFനും UDFനും അവർ കൃത്യതയിൽ എണ്ണുന്ന ഒരു വാർഡുകളിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് കൂടി ആ ഒരു വാർഡിൻ്റെ ഇപ്പോൾ ഈ 2 പേര് മത്സരരംഗത്ത് വന്നതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ LDF ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് എണ്ണുന്ന വാർഡുകളുണ്ട്. ആ എണ്ണുന്ന വാർഡുകളിലേക്ക് 2-ാം വാർഡിനെ LDF ഉൾപ്പെടുത്താത്തതും അല്ലെങ്കിൽ UDF ആ ഒരു ടൈറ്റ് വാർഡ് എന്നുള്ള രീതിയിൽ കാണപ്പെടുന്നതൊക്കെ ഈ ഇങ്ങനെയുള്ള നൗഫൽ മുഹമ്മദ് ഖ അല്ലെങ്കിൽ PV മുഹമ്മദും നൗഫലും തമ്മിലുള്ള മത്സരമായതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 3-ാം വാർഡിലേക്ക് നമ്മൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ 3-ാം വാർഡ് നേരത്തെ ഉണ്ടായിരുന്ന 3-ാം വാർഡിൻ്റെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ 2-ാം വാർഡിലെ ഒരു ഭാഗവും ചേർന്നതാണ് ഈ നിലവിലെ ഒരു വാർഡ് വിഭജനത്തിൽ 3-ാം വാർഡ് ഉൾപ്പെട്ടിരിക്കുന്നത്.
അത് വേണമെങ്കിൽ അതൊരു UDF ഒരു മേൽക്കൈയുള്ള വാർഡ് എന്ന് തന്നെ ആ വാർഡിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അവിടെ സുമിത രതീഷാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൻ്റെ ജനപ്രതിനിധി നിലവിൽ 2ാം വാർഡിൻ്റെ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി എന്നുള്ളതിൽ നമ്മളിപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നത് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ആളാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി അവിടെ സുബൈദ ജാഫറാണ്. ഈ സുബൈദ ജാഫർ ആ വാർഡിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ വാർഡിലെ മത്സരം കൂടുതൽ ഒരു ശക്തമായ രീതിയിലേക്ക് മത്സരം നീങ്ങിയിട്ടുണ്ട്. നിലവിലെ LDF പ്രചരണം തന്നെ ആ ഒരു അവിടുത്തെ 3ാം വാർഡിലെ മത്സരം വളരെ ശക്തമായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അതിനെ നമുക്ക് പറയാനാവുക. കാരണം ഒരു UDF വേണമെങ്കിൽ UDF ഒരു മേൽക്കൈയുള്ള വാർഡ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും, പക്ഷെ ആ ഒരു പറയലിനെ മാറ്റിത്തിരുത്തുന്ന രീതിയിലാണ് LDF അവിടുത്തെ മുന്നേറ്റവും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആ സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടെ. അതോടൊപ്പം തന്നെ അവിടെ SDP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം നമുക്ക് തള്ളിക്കളയാനാവില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രചരണം SDP സ്ഥാനാർത്ഥിയും അവരുടെ പാർട്ടിയും തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ ഒരു നിലവിലെ UDF LDF എന്നുള്ള ആ ഒരു മത്സരത്തിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മത്സരത്തെ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ പ്രചരണത്തെ കൊണ്ടുപോകുന്നതിനോ SDP സ്ഥാനാർത്ഥിക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രചരണ രീതിയാണ്. അതിന് എത്രമാത്രം വിജയസാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്ന് തന്നെ പറയാം. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ UDF അവിടെ മത്സരരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം LDF വളരെ സജീവമാവുന്നു. ഒരിക്കലും അതങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് UDF ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അല്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായ മത്സരം തന്നെയാണ് 3ാം വാർഡിനകത്ത് നടക്കുന്നത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.